Yes, Devadi is. Good morning, sir. Good morning, ma'am. Come on, please take a seat. Thank you, sir. Devadi from Calcutta. Yes, sir. Please introduce yourself. My name is Revati Jaya. I am coming from Karakotam, Trivandrum district. I completed my graduation in Nightingale College of Nursing, Nirmangad. I have 3-year clinical experience in cardiothoracic ICU, Trivandrum Medical College, uh, uh, and medical and surgical ward in Smrudha Memorial Hospital, Thodupuzha. എൻ്റെ തിരക്കുണ്ടോ? ഭയങ്കര സ്പീഡിൽ പറയുന്നു. ഇത്ര ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പോഴും ഒരു സ്ലോയിൽ പറയും, കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളിവിടെ PSCയുടെ ആക്സിലർ നേഴ്സ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ കാറ്റഗറീസിലുണ്ട് അല്ലേ? ഹോബീസ് ഗാർഡനിങ്, കുക്കിംഗ്, അല്ലെ? കായികം എന്താണ്? കായികമൊന്നുമില്ല. ഇല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസ്? കൾച്ചറൽ ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. ശരി, അതിന് എന്നെ നടിയിരിക്കും അല്ലേ? അതിന് ഒരു ക്ലാരിഫിക്കേഷൻ ലാസ്റ്റ് പറയാം. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പാർട്ടിസിപ്പേറ്റിംഗ് ഹെൽത്ത് ക്യാമ്പസ് അല്ലേ? ഹെൽത്ത് ക്യാമ്പിൽ അടുത്ത് കോവിഡ് വോളണ്ടറിങ് പരിപാടികളുണ്ടായിരുന്നു. അടുത്ത് ശാസ്ത്ര സാങ്കേതിക ഇല്ല, നോട്ട് ആപ്ലിക്കബിൾ. NCC നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ ഈ നേഴ്സിംഗ് ആയിട്ട് വരാനുള്ള താല്പര്യം എങ്ങനെ ഉണ്ടായത്? നേഴ്സ് ആകണമെന്ന് താല്പര്യം എന്താണ്? ബേസിക് എന്താണ്? നേഴ്സായിട്ട് പഠിച്ചിറങ്ങിയ പെട്ടെന്ന് ജോലി കിട്ടും, എന്തായാലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ കേട്ട് എനിക്കും ജോലി ചെയ്യണം, ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വർക്ക് ചെയ്തപ്പം, ട്രെയിനായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണക്കാരായിരിക്കും വരുന്നത്, എല്ലാവരും ഒരേപോലെ കെയർ ചെയ്യണം, അങ്ങനെ ആഗ്രഹമുണ്ട്. ജോബ് കിട്ടണം, ഓക്കെ, സന്തോഷമായാലും ജോലി കിട്ടണം. ജോബ് സെക്യൂരിറ്റി വേണം. നേഴ്സസ് ജോബ് സെക്യൂരിറ്റി ഉണ്ടോ? ഗവൺമെന്റ് ജോബ് ആകുമ്പം നമുക്ക് സെക്യൂരിറ്റി ഉണ്ടല്ലോ, പ്രൈവറ്റ് ആകുമ്പോൾ നമുക്കില്ലല്ലോ, എപ്പോ വേണമെങ്കിലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യാം. ഇപ്പൊ ഗവൺമെന്റ് ജോബ് സെക്യൂരിറ്റി ഉള്ള സെക്യൂർ ജോലി എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോഴും ഗവൺമെന്റ് ജോലി, അപ്പം നമ്മളെ എന്തായാലും ലൈഫിൽ നമുക്ക് ജോലി ഉണ്ടെന്നൊരു ഇതുണ്ട്. എത്രയാണ് ജോലി വിട്ടു പോകുന്നത് ജോയിൻ ചെയ്തിട്ട്? അപ്പൊ നേഴ്സിന്റെ യഥാർത്ഥ ജോലികൾ എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? DMEയിൽ സാധാരണ നമ്മൾ പേഷ്യനെ കെയർ ചെയ്യുന്നു, പിന്നെ നമ്മൾ വൈറ്റൽസ് എല്ലാം നോക്കുന്നുണ്ട്. വൈറ്റൽസ് നോക്കി പറയുമ്പോഴേ ഒരു ഓർഡറിലെന്നോ പറയുന്നത്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ നേഴ്സ്? നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ പേഷ്യന്റ് അസസ് ചെയ്യുന്നു, വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നു, റെസ്പിറേഷൻ, ടെമ്പറേച്ചർ, പൾസ്, SpO2 ഒക്കെ ചെയ്യുന്നു. പിന്നെ IV കാലറ്റ് മെഡിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഡിസീസിനെ കുറിച്ച്. പിന്നെ കൂടുതൽ സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട്. പിന്നെ റീഹാബിലിറ്റേഷൻ തെറാപ്പി പോലെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. സാധാരണ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എത്ര? 37.5 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് പറഞ്ഞാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. പർട്ടിക്കുലർ വാല്യൂ ആണ്, റേഞ്ച് അല്ലേ? 98.6 കിട്ടിയില്ലെങ്കിൽ അയാൾ ഫീവർ പേഷ്യൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ഫീവർ ഇല്ലാത്ത പേഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? 98.9 വന്നവരാണ് എന്ത് പറയും? അല്ല, ഞാൻ അസസ്മെന്റ് ചോദിക്കുന്നു. ഒരു ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ പർട്ടിക്കുലർ ഡിജിറ്റ് ആണോ അതോ റേഞ്ച് ആണോ? നോർമൽ ഇതാണ്. BP എത്രയാണ്? ബ്ലഡ് പ്രഷർ നോർമൽ? നോർമൽ ബ്ലഡ് പ്രഷർ 72 beats per minute. ബ്ലഡ് പ്രഷർ sorry sir, 120/80 mmHg. What is it 120? 120 is diastolic, systolic pressure. 80 diastolic പ്രഷർ. ഒരാൾ കുറച്ച് നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഈ BP കൂടുമോ കുറയോ? കൂടും സാർ.
കൂടും. റീസൺ എന്താ? റീസൺ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് BP അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഇച്ചിരി കൂടുതലായിരിക്കും നടക്കുമ്പോൾ, അതുകൊണ്ടാണ് അവരുടെ BP കൂടുന്നത്. പറയുന്നത് പൂർണ്ണമായിട്ട് പറയണം. നിങ്ങൾ പകുതി പറയുക, പകുതി ഞങ്ങൾ ഗസ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? ഹാർട്ട് ബീറ്റ് എത്ര? ഹാർട്ട് ബീറ്റ് 72 beats per minute. 70 അത് ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ നേഴ്സ് ജോലി കിട്ടുമ്പോൾ 70 to 100 ഒരാളുടെ ഹാർട്ട് റേറ്റ് നോക്കാൻ പോകുന്നു 72, കുഴപ്പമില്ല. 70 ആകെ പ്രശ്നമാണ്, 90 ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമോ? 70 to 100 beats per minute. ഒരു നേഴ്സിന്റെ സാന്നിധ്യം ഒരു രോഗിക്ക് എപ്പോഴും ആശ്വാസമായിരിക്കും. അഥവാ 70 to 90 എന്നുള്ള റേഞ്ച് പറയുന്നെങ്കിൽ 80 ആയാലും കുഴപ്പമില്ല, അപ്പച്ചൻ വെറുതെ ഇരിക്കുക, കുഴപ്പമില്ല, ടെൻഷൻ വേണ്ട എന്നൊക്കെ പറയുന്നതാണ് നേഴ്സ്? അതോ ഇത്രയായി കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് പറയുന്നതാണ് നേഴ്സിന്റെ റോള്? കുഴപ്പമില്ല എന്ന് പറയുന്നത് നേഴ്സിന്റെ റോള്, അവരെ സമാധാനപ്പെടുത്തുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതൊക്കെയാണ്. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ. അതിന് മാത്രമേ ഉള്ളൂ. അല്ല, ഇനിയുണ്ട്. ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? ക്യാൻസറും ലൈഫ് ഡിസീസ് ആണ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ എല്ലാം പറഞ്ഞില്ല, കുഴപ്പമില്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എല്ലാം പറയാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്ന് രണ്ട് മെത്തേഡ് പറയാമോ? അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യണം, പിന്നെ പ്രോപ്പർ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസ് ചെയ്യണം. ആ റേഷ്യോ എന്താ പറയുന്നത്? ഹൈറ്റിന്റെ BMI കാൽക്കുലേറ്റ് ചെയ്ത് ഹൈറ്റും വെയിറ്റും, ബേസൽ മെറ്റബോളിക് ഇൻഡെക്സ്. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഒന്ന് നമുക്ക് എക്സസൈസ് ചെയ്യണം, പിന്നെ BMI നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. പിന്നെ നിങ്ങൾ പോലെ പ്രായമുള്ള ഒരാളിന് BMI എത്രയായിരിക്കണം? റേഞ്ചാണ്, എന്നാ റേഞ്ചാണല്ലോ പറയുന്നത്? വെയിറ്റിന്റെ റേഞ്ച് 28, 25 ഫിക്സഡ് നമ്പർ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. BMI എപ്പോഴും 20 to 25 ആണോ? 22 to 25 ആണോ? 24 to 26 ആണോ? റേഞ്ച് കാണുമല്ലോ ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പത്രം വായിക്കാറുണ്ടോ? ചെറുതായിട്ട് വായിക്കാൻ ഉദ്ദേശം അങ്ങനെ നല്ല വായനയില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പേപ്പറൊക്കെ മറിച്ച് നോക്കും. എല്ലാ ദിവസവും വായിക്കാറുണ്ടോ? എല്ലാ ദിവസവും ചിലപ്പോഴൊക്കെ. ഈ നഴ്സുമാര് പേപ്പർ വായിക്കണം നിർബന്ധമുണ്ടോ? ഉണ്ട്. പക്ഷെ ചെയ്യാറില്ലല്ലോ. ഇന്നത്തെ പത്രം വായിച്ചോ? ഇല്ല. ഇന്നലത്തെ വായിച്ചില്ല. എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയുന്നത്? യൂട്യൂബ് നോക്കുമ്പോ യൂട്യൂബിലെല്ലാം അപ്ഡേറ്റ്സ് കിട്ടാറുണ്ടോ? ചിലതൊക്കെ. ശരി, ഇപ്പോ 3-4 ദിവസത്തിനിടയ്ക്ക് എയ്ഡ്സ് പുതിയൊരു മരുന്ന് കണ്ടെത്തിയാണ്. എന്തായിരുന്നു അത്? അറിയത്തില്ല സർ. അറിയില്ല. ശരി, കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ ആരോഗ്യ പദ്ധതികൾ ഒരു 5 പറയാമോ? ആദ്ര മിഷൻ, കാസ്പ്, ക്യാൻസർ കെയർ. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല സർ. വർക്ക് ചെയ്യുന്നില്ല. കാസ്പിന്റെ ഫുൾ ഫോം എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ യോജന. ഗവൺമെന്റ് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതാണ് ആഗ്രഹം? ICUലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാൻ ആഗ്രഹം. കംഫർട്ടബിൾ ആയിരിക്കും ICU? നേരത്തെ ICU വർക്ക് ചെയ്തിട്ടുണ്ട്. ICUയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കേസ് എന്തൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച്? നിപ്പ വരുന്നുണ്ട്, പിന്നെ ചില കോവിഡ് കേസസ് ഒക്കെ എപ്പോഴും ഉണ്ട്, പിന്നെ സ്ട്രോക്ക് കാണും, MI മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. നിപ്പ കേസുകൾ ഹാൻഡിൽ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു നഴ്സ് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പേര് ഓർക്കുന്നുണ്ടോ? ICU experience ആയിരുന്നു. CTVS ICU. CBGയുടെ ഫുൾ ഫോം എന്താണ്? കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ്. എന്താണ് ഇൻഡിക്കേഷൻസ് ഒക്കെ വരെ? എന്തിനാണ് നമ്മൾ സാധാരണ CBG ചെയ്യുക? MI പേഷ്യന്റ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ബ്ലോക്ക് ഉള്ള പേഷ്യന്റ്, കൊറോണറി ആർട്ടറി ബ്ലോക്ക് ഉള്ള പേഷ്യന്റ് വരും. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് MI? നോൺ സ്റ്റെമി ആൻഡ് സ്റ്റെമി. എൻസ്റ്റമിയുടെ മാനേജ്മെന്റ് എന്താണ്? വൈറ്റൽസ് എടുക്കും, പേഷ്യന്റിന്റെ വൈറ്റൽസ് നോക്കും, പിന്നെ പേഷ്യന്റിന് റെസ്റ്റ് കൊടുക്കും, പിന്നെ പേഷ്യന്റിന് കണ്ടിന്യൂസ് കാർഡിയക് മോണിറ്റർ ചെയ്യണം. എൻസ്റ്റമിക്ക് സ്പെസിഫിക് ആയിട്ട് മാനേജ്മെന്റ് വേണം? ക്ലോട്ട്ലൈസ് ചെയ്യോ? ഇല്ല, കുറിച്ച് അറിയില്ല. അല്ല, ചെയ്യത്തില്ല. സ്റ്റെമിക് എന്താ ചെയ്യുക? യൂഷ്വലി PCI ചെയ്യാറുണ്ട്. എൻസ്റ്റമിക് ആണെങ്കിലോ? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആയിരിക്കും.
ആന്റി കോയാഗുലൻ ആന്റി ഓൾറെഡി അവിടെ പ്ലോട്ട് ഉണ്ടാവുമല്ലോ, പ്ലോട്ടിന് ലൈസ് ചെയ്യണം അല്ലേ? ത്രോംബോലൈസിസ് സാധാരണ അല്ലേ? സി ടി വിസ് ഐസിയിലായിരുന്നല്ലോ അല്ലേ വർക്ക് ചെയ്തത്? അപ്പോൾ യൂഷ്വലി ഒരു ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓഫ് കെയർ ആഫ്റ്റർ CABG കഴിഞ്ഞൊരു പേഷ്യന്റ് രേവതി വർക്ക് ചെയ്യുന്ന ഐസിയിൽ വന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ പോസ്റ്റ് ഓഫ് കെയർ ആയിരിക്കും കൊടുക്കുക? അപ്പോൾ പേഷ്യന്റ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, പേഷ്യന്റ് ട്രോളിയിൽ വന്നു, അപ്പോൾ രേവതി അവിടെ പോസ്റ്റാണ്, എന്തൊക്കെയായിരിക്കും ചെയ്യുക? പേഷ്യന്റിനെ വെന്റിലേറ്ററോട് കണക്ട് ചെയ്യും, പേഷ്യന്റ് മോണിറ്റർ കണക്ട് ചെയ്യും, മോണിറ്റർ അസസ് ചെയ്യും, സക്ഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സക്ഷൻ ചെയ്യും, പിന്നെ പേഷ്യന്റ് ICD ഡ്രെയിനേജ് ഒക്കെ മെഷർ ചെയ്യും, പിന്നെ പേഷ്യന്റ് CVP പിന്നെ ബ്ലഡ് പ്രഷർ എല്ലാം സ്റ്റേബിൾ ആണോ, വൈറ്റൽസ് എല്ലാം സ്റ്റേബിൾ ആണോ നോക്കും. ഓക്കെ, യൂഷ്വലി പേഷ്യന്റ് വരുമ്പോൾ വെന്റിലേറ്ററിലേക്ക് പറഞ്ഞല്ലേ, ഏത് മോഡൊക്കെ ആയിരിക്കും നമ്മൾ യൂഷ്വലി? PCV മോഡ്, പ്രഷർ കൺട്രോൾ വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേഷൻ അല്ലേ, പ്രഷർ കൺട്രോൾ വെന്റിലേഷൻ. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു വീനിങ് പ്രൊസീജിയർ എന്ന് പറയുക? അതുപോലെ എങ്ങനെയാണ് നമ്മൾ വീൻ ചെയ്യുക? എന്താണ് വീനിങ് എന്ന് പറഞ്ഞാൽ? വീനിങ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്നും സപ്പോർട്ട് മാറ്റി എസ്റ്റുബേറ്റ് ചെയ്ത് പേഷ്യന്റിനെ ഓക്സിജൻ കൊടുക്കുന്നതാണ്. PCV യിൽ നിന്ന് നമ്മൾ എങ്ങനെ പേഷ്യന്റിനെ? PCV ന്ന് പേഷ്യന്റിനെ SMV മോഡിലോ SIMV മോഡിലോട്ട് അത് അസസ് കൺട്രോളിലേക്കാണ് മാറ്റുക. ഇനി ഡിപ്പെൻഡ് ഓൺ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ച് മാറ്റും. എന്നിട്ട് SIV എന്താണ്? സിൻക്രണൈസ്ഡ് ഇന്റർമിറ്റന്റ് മാൻഡേറ്ററി വെന്റിലേഷൻ അല്ലേ, SIMV. ഓക്കെ, ഏതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഗ്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സൈറ്റ്സ് ഏതൊക്കെയാണ് CABGക്ക്? ലെഫ്റ്റ് കൊറോണറി ഗ്രാഫ്റ്റ് എടുക്കുന്നത് അത് ഇന്റേൺ മെമ്മറി ആർട്ടറിയും പിന്നെ സെഫിനിയസ് വെയിൻ എന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. സെഫിനിയസ് വെയിൻ ആണ്. സെഫിനിയസ് വെയിൻ ലോങ് ആണ്, പക്ഷെ ഇന്റേണൽ മെമ്മറി ആർട്ടറിയുടെ അത് ഷോർട്ട് ആണ്. അപ്പൊ നമുക്ക് അത് കറക്റ്റ് എത്തത്തില്ല ലെന്ത്. ടെട്രോളജി ഓഫ് ഫാലറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതിൽ വരുന്ന കണ്ടീഷൻസ് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, ടെക്സ്പെൽസ് എന്ന് പറഞ്ഞാൽ ടെക്സ്പെൽസ്. ഓക്കെ, നിയോനേറ്റൽ റെസിസ്റ്റേഷനിൽ നമ്മൾ കൊടുക്കുന്ന റേഷ്യോ എന്തായിരിക്കും കൊടുക്കാം? 50:2. നിയോനേറ്റലാണ് ചോദിച്ചത്. നിയോനേറ്റൽ റെസിസ്റ്റേഷൻ സൈക്കോസോഷ്യൽ തിയറി അറിയാലോ, പീഡിയാട്രിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നതാണ് സൈക്കോസോഷ്യൽ തിയറി. ആരാ പ്രപ്പോസ് ചെയ്തത്? ഓക്കെ, നോർമൽ ന്യൂ ബോണിന്റെ വെയിറ്റ് എത്ര വരുന്നത്? 3.5 to 4 kg. നോർമൽ ന്യൂ ബോണിന്റെ 2.5 to 3.5 kg ആണ്. എപ്പോഴാണ് നമ്മുടെ ബർത്ത് വെയിറ്റ് എപ്പോഴാണ് ഡബിൾ ആവുന്നത്? എപ്പോഴാണ് ഡബിൾ? 1 year ഒക്കെ ആകുമ്പോൾ നോക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ അല്ലേ? ഓക്കെ, പിന്നെ വിർച്വോസ് ട്രയാഡ് കേട്ടിട്ടുണ്ടോ? വിർച്വോസ് ട്രയാഡ് പൾമിനറി എംബോളിസം കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയുക? അറിയാം, ഇമ്മ്യൂണൈസേഷന്റെ ഇതാണ്. ഇന്നല്ല, ഇന്നത്തെ ദിവസം. ഇന്ന് 27 ജാനുവരി. ജാനുവരി 27 വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സീനിയർ നമ്മുടെ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ ഒരു തെറ്റായ കമാൻഡ് തന്നെയാണ് ട്രീറ്റ്മെന്റ് ഇടയ്ക്ക്, എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? കൂടെ നിൽക്കുന്ന സ്റ്റാഫ് സീനിയർ സ്റ്റാഫാണ്. സീരിയസ് നിങ്ങളോട് കമാൻഡ് ചെയ്യാൻ അധികാരമുള്ളവരാണ്. അത് ചെയ്യത്തില്ല, അഡമന്റ് ആയിട്ട് പറയും ചെയ്യില്ലെന്നില്ല, തെറ്റാണ്. അപ്പോഴും അവർ പറയാണ് അഡമന്റ് ആയിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കും. ഒരു ഡോക്ടറാ പറയുന്നെങ്കിൽ ഡോക്ടറാണ് പറയണെങ്കിൽ ഹെഡ് നേഴ്സിന്റെ അടുത്തോ നേഴ്സ് സൂപ്പറിന്റെ അടുത്തോ. അതങ്ങനെ ഒരു ഡോക്ടറെക്കാളും ഹെഡ് നേഴ്സിനും ഹെഡ് സൂപ്രണ്ടിനൊക്കെ നമ്മുടെ ഇത് നോക്കണം, നമ്മുടെ സേഫും നോക്കണം. അപ്പൊ എന്താ അടുത്ത് ചെയ്യേണ്ടത്? അതിന്റെ മുകളിലുള്ള ആളടുത്ത് ഇൻഫോം ചെയ്യും, അതോറിറ്റി അടുത്തല്ലേ? ഓക്കെ, നമുക്കിപ്പം വർക്ക് ചെയ്ത് നമുക്ക് മെയിൻ ആയിട്ട് ഇൻഫോർമേഷൻ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ വർക്ക് ചെയ്ത ഐസിയുലെ കാർഡിയാക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കും. കാര്യം നമ്മൾ ബേസ് ആയിട്ട് അല്ലെ വർക്കിംഗ് ചെയ്ത് എവിടെയാണോ അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ അത് കുറച്ചും കൂടെ നോക്കണം. പിന്നെ അതുപോലെ പീഡിയാട്രിക്കില് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ള വാല്യൂസും റേഞ്ചസും നോക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ ആസ് എ നേഴ്സ് നമ്മൾ വർക്ക് ചെയ്യാൻ പോയാൽ അല്ലെ DME നേഴ്സ് ആയിട്ട് ഇപ്പോ പീഡിയാട്രിക് വാർഡിലായിരിക്കും അല്ലെങ്കിൽ പീഡിയാട്രിക് ICUലായിരിക്കും അല്ലെ, കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കണ്ടന്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, കുഞ്ഞുങ്ങളുണ്ടോ
ഉണ്ട് ഉണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ഒരാളെ ഉള്ളൂ. ഓക്കെ. അപ്പം കുഞ്ഞുങ്ങളെ എന്തായാലും മാറി. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 2 വയസ്സുണ്ട്. 2 വയസ്സുണ്ട്. ഓക്കെ. അപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണ്, അവർ ഏതൊക്കെ പ്രായത്തിലാണ്, എന്തൊക്കെ വളർച്ചയാണ് അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് ഓക്കെ. അപ്പൊ അതും കൂടെ കുറച്ച് നോളജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ. രവി, നമ്മളിപ്പോ സാധാരണ ചോദിക്കുമ്പോ കൃത്യമായിട്ടുള്ള, അതായത് ഒരു ടു ദ പോയിന്റ്, ഇപ്പം നമ്മൾ സാധാരണ ചോദിക്കുക ഈ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഏരിയ, നമുക്ക് കൂടുതലായിട്ട് നിന്നിട്ടുള്ള ഏരിയ അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പോയിന്റ് കുറച്ചുകൂടെ, നമ്മൾ എന്തെങ്കിലും പറയാതെ അതായിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ അങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആവുന്നില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്തൊന്ന് ആലോചിച്ച് കൃത്യമായിട്ട് ആൻസർ ടൈം ചെയ്തിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഒന്ന് ആ രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്താൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നമുക്ക് എങ്ങനെ ആൻസർ പറയാം എന്നൊന്ന് ട്രെയിൻ ചെയ്ത് മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ രേവതി, നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്തില്ല, ഒന്നിൻ്റെ ചെറിയ മിസ്റ്റേക്സ് കറക്റ്റ് പറഞ്ഞുതരാം. ഒന്ന്, നമ്മളൊരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആൻസർ ഒരിക്കലും എന്നെ വരില്ല. നോട്ട് ആപ്ലിക്കബിൾ, എനിക്ക് ബാധകമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ. അപ്പം ഈ നോ പറയുമ്പോൾ വീണ്ടും നോയെ കുറിച്ച് ഡീറ്റെയിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. നോട്ട് ആപ്ലിക്കബിൾ. ഫോർ എക്സാമ്പിൾ, ആർ യു എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ, ഡു യു ഹാവ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ നഴ്സിംഗ്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മളെന്ത് എഴുതും? പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ നോ എന്ന് എഴുതും. അടുത്ത ആഴ്ച വാട്ട് ഈസ് യുവർ സബ്ജക്റ്റ് ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ? പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇല്ലാത്ത ആളോട് സബ്ജക്റ്റ് വയ്ക്കുന്ന കാര്യമുണ്ടോ? അവിടെ നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതിയില്ലേ, കായികമുണ്ടോ, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടോ? നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് സ്പോർട്സ് പറഞ്ഞിട്ടില്ല എന്നാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമല്ല അല്ലേ. അടുത്ത് കൾച്ചറൽ ആക്ടിവിറ്റീസ് നോട്ട് ആപ്ലിക്കബിൾ. പാടാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, ഇതൊന്നും ഇല്ല, ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ നോ എന്നോ നില്ലെന്നോ എസ് എന്നോ എന്തൊക്കെയാണ് ആൻസർ എഴുതുന്നത്. എഴുതും എസും നോയാണ് എഴുതുന്നത്. ശാസ്ത്ര സാങ്കേതിക നോട്ട് ആപ്ലിക്കബിൾ, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇത് കുറ്റപ്പെടുത്തുന്നതല്ല, പറഞ്ഞു തരുന്നതാണ്. സ്കൗട്ട്സ് എന്നാണ് എഴുതിയത്. അടുത്ത് ടേക്കിംഗ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്, അത് വീക്ക്നെസ് ആണോ? എന്നെ ജോലി ചെയ്യിപ്പിച്ചാൽ കൂടുതൽ എടുക്കുന്നതിന് എന്റെ മെരിറ്റ് അല്ലേ ഞാൻ സാധാരണ ആൾക്കാരെന്നാ എഴുതുന്നത് എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കില്ല അല്ലേ. ഇത് ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കും എന്നറിയാൽ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ, അഡീഷണൽ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നാൽ, അടുത്തൊരു ഡ്യൂട്ടി നേഴ്സ് വരുന്നത് വരെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്യും. അപ്പൊ ചെയ്യുന്നതിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതൊരു വല്ലാത്തതുപോലെ ഒരു ഫീല് വരത്തില്ലേ. ശരി, ഇനി മൊത്തത്തിൽ കേട്ടോ, നിങ്ങൾ ഭയങ്കര എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പുഞ്ചിരി അത് കിടക്കാനായിട്ട് പാടില്ല. കാരണം പ്രത്യേകിച്ച് ഇന്റർവ്യൂ ബോർഡില് PSC ഇന്റർവ്യൂ പോകുമ്പോഴേക്കും PSC മെമ്പർ ഷാൽ ബി ദ ചെയർമാൻ, അനദർ മെമ്പർ ഷാൽ ബി ദ മെമ്പർ, പിന്നെ ഒരു ഡയറക്ടർ എന്നൊരാളായിരിക്കും പിന്നെ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് വരുന്നത് ഹെഡ്, പിന്നെ സബ്ജക്ട് എക്സ്പെർട്ട് ഉണ്ടാവും. അത് തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഉയർന്ന അധ്യാപകനോ നേഴ്സുകളോ ആയിരിക്കും. അവര് മുമ്പ് ഓവറായിട്ട് ചിരി, നമ്മൾ വളരെ പ്രസന്റ് ആയിരിക്കണം, എപ്പോഴും പ്രസന്റ് ആയിരിക്കണം. പക്ഷേ നമ്മൾ വീട്ടില് ഇത് സുഹൃത്തുക്കളോട് ചിരിക്കുന്നത് പോലെ മറ്റേ ആദ്യത് ചെയ്യുന്നത് അത്ര ഭംഗിയല്ല എന്നൊരു അഭിപ്രായം എനിക്കത് ഫീൽ ചെയ്തോണ്ടാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോണം. പിന്നെ ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചാടി ഉത്തരം പറയുന്നു. എപ്പോഴും ഇന്റർവ്യൂ ബോർഡിൽ ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവരെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അവര് പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമേ പ്രതികരിക്കുമ്പോൾ അത് ഒരുപാട് മൂക്ക് തൊടാൻ വേണ്ടി ഇങ്ങനെ തുറന്ന വരം ചുറ്റി തുടരുത്. നാം പറയുന്ന ആൻസറിൽ നിന്ന് തന്നെ ചോദ്യകർത്താവിന് വേണ്ടി ചോദ്യം ചോദിക്കുന്ന അവസരം ഉണ്ടാക്കരുത്. മനസ്സിലായില്ലേ? അവിടെ ഒരു സാറ് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് സാർ അറിയില്ല, മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് ഓർക്കുന്നില്ല, ഇത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഈ ലോകത്ത് ഒരു മനുഷ്യനും എല്ലാ ചോദ്യത്തിനും പറയാൻ പറ്റില്ല, പഠിച്ചത് മറന്നുപോകും. കേട്ടില്ല? അടുത്ത് ഇന്റർവ്യൂ ബോർഡിന് വരുമ്പോഴേ നിങ്ങൾ 3 ആശുപത്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സത്യത്തോടെ ശ്രദ്ധിച്ചു. ഇവർ ആ ആശുപത്രിയിലെ കാര്യങ്ങളാണ് പലരും ചോദിച്ചത്. നമ്മുടെ ഒരു ഇന്റർവ്യൂ സ്കില്ലെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത് അവിടെ വർക്ക് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയണം. മനസ്സിലായല്ലോ? നമ്മൾ മനസ്സിൽ ശരി, ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്ത്യയിലെ വർക്ക് ചെയ്തു, കോൺഫിഡൻറ്റ്.
അടുത്ത് വേറെ ഒരു ആശുപത്രി പോയി അത് ചെയ്തു. അത് എക്സ്പീരിയൻസ് ഇൻ ദ റെലവൻറ്റ് ഫീൽഡ് ബിഫോർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. അത് വ്യക്തം നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. അടുത്ത് നമ്മളൊരു സ്ഥലത്തേക്കാണ് ഇന്റർവ്യൂവിന് പോകുന്നത്, ഇന്റർനാഷണൽ നിയമനം ആഗ്രഹിക്കുന്നത്, ഗവൺമെന്റ് സർവീസ് ആഗ്രഹിക്കുന്നു. അവിടെ ഗവൺമെന്റ് സർവീസിൽ ഒരു നേഴ്സായി നമുക്ക് ജോലി കിട്ടുന്നു എങ്കിൽ നാം എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത് നമുക്കെല്ലാം ഡീറ്റെയിൽ പറയാൻ പറ്റും. പക്ഷേ വി ഷുഡ് ഹാവ് എൻ എൻക്വയറി അബൌട്ട് ദ പ്രൊപ്പോസ്ഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു അന്വേഷണം നടത്തണം. അത് സാറ് ഇപ്പോൾ പത്രം വായിക്കുന്ന സ്വഭാവം ചോദിച്ചു, ഇല്ല യൂട്യൂബ് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇന്ന് ഗവൺമെന്റ് കോളേജ്, നഴ്സിംഗ് കോളേജുകളിൽ, ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെയാണ് നേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്ഡേറ്റഡ് നോളജ് എന്താണ്, ഇതൊക്കെ അറിയണം. അതിന് ഇന്റർനെറ്റ് നമുക്ക് പോകുമ്പോൾ രണ്ട് ചോദ്യം തെറ്റിപ്പോയാലും പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ അത് നല്ല പ്ലസ് പോയിന്റാണ് കാൻഡിഡേറ്റ്. കേട്ടില്ല, ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾ കുറ്റപ്പെടുത്താനോ വേറൊന്നുമില്ല, പക്ഷേ തെറ്റ് കണ്ടതിന് പറഞ്ഞു തരുന്നതാണ്. PSC ഇന്റർവ്യൂ പോകുമ്പോഴേ ഏതാണ്ട് ഇതേ അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. അവിടെ പറഞ്ഞു തരില്ല, അവസരം പറഞ്ഞു തരില്ല. കേട്ടില്ല, ആ രീതിയിൽ ഓർത്തോളൂ കേട്ടോ. എന്നതാ മൊത്തം നന്നായിരുന്നു, നല്ല പ്രസന്റ് ആയിരുന്നു. അല്പം കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ശരി, അല്പം കൂടിപ്പോയി. ഒരു പക്ഷേ പരിചയം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിരി കൂടിപ്പോകുന്നത്. അതല്ല, നമ്മുടെ ഒരു സീരിയസ് പക്ഷെ നല്ല പ്രസന്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഉത്തരം പറയുന്നതിനിടയിൽ സൗണ്ടിങ് അല്ലേ, അതൊന്ന് പരമാവധി വിടുക. അപ്പം പ്രാക്ടീസ് ഇനിയുള്ള ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. രണ്ട്, ഉത്തരം പറയുമ്പോൾ എല്ലാവർക്കും ഐ കോൺടാക്ട് കൊടുക്കുക. ഓക്കെ അല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ട് കാര്യങ്ങൾ, ഉത്തരം അറിയില്ലെങ്കിൽ ഉടനെ തന്നെ അറിയില്ല, സാർ ഓൾറെഡി സൂചിപ്പിച്ചു. ഇൻ കേസ് കുറച്ച് സമയം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ബോർഡിന്റെ പെർമിഷൻ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ അവരുടെ ഉത്തരവാദിത്തം കൂടെ ആയി മാറി. ഓക്കെ അല്ലേ, അവരുടെ ടൈമിനും വാല്യൂ ഉണ്ടെന്നുള്ളത് ഓർത്തോണം. അതുകൊണ്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പിന്നെ മുകളിലേക്ക് നോക്കുന്ന പരിപാടിയൊന്നും വേണ്ട. ഉത്തരം അറിയില്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി തന്നെ ഐ കോൺടാക്റ്റിലൂടെ തന്നെ പറയാം. ഓക്കെ, ഡ്രസ്സും ഫേസും ഓക്കെ ആയിരുന്നു. ഫേസ് പക്ഷെ ഒന്നുകൂടെ മുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. നീറ്റ്ലി പ്രസന്റബിൾ ആയിരിക്കണം ഒന്നുകൂടി കേട്ടോ. Okay, thank you. All the best.